അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ഉലത്താണ്. അതിലേക്ക് നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലയും 3-4 പച്ചമുളകും ഒരു സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇളക്കി അതിലേക്ക് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 2 ബീറ്റ്റൂട്ട് ഒരു ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ടിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് യോജിപ്പിച്ച് വെച്ച് ചുറ്റും ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് വന്നിട്ട് ഒന്നും കൂടി അത് മൂടി വെച്ച് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് ആവട്ടെ. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിഷാണിത്. നമുക്ക് ഒന്നെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.